അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാബാദ്. സഹോദരങ്ങളെ, എല്ലാ കുടുംബങ്ങളുടെയും വലിയൊരു പ്രതീക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു പരിഹാരമായിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഒക്ടോബർ 11, 12, 13 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഒരു വാക്ക് ഈ വീഡിയോയിൽ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത്. മണിക്കൂറുകളാണ് വേണ്ടി വരുന്നത് നമ്മുടെ മക്കൾ ഒരു പ്രതിസന്ധിയിലായാൽ അതൊന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കൗൺസിലിംഗ് എന്ന രൂപത്തിൽ ഇരിക്കുന്നത്. ഒരു ദിവസം മുഴുവനൊക്കെ ചിലവഴിക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരര ദിവസം എന്തായാലും ആവശ്യം വരും. എന്നാൽ തന്നെ അതിൻ്റെ വിജയ സാധ്യത പരിമിതമാണ്. ഇനി മാറി വന്നാൽ തന്നെ അതിൻ്റെ പരിക്കുകൾ പരിപൂർണമായി പരിഹരിക്കുക എന്നതും അസാധ്യമാണ്. ഒരു പക്ഷേ അത് ഒരു അവിഹിത ബന്ധമായിരിക്കാം. ആ അഫെയർ മാരേജ് അവർ നിർബന്ധം പിടിക്കുമ്പോൾ ഒരു നിലക്കും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഒരു കൗൺസിലർ തേടുന്നത്. ആ സന്ദർഭത്തിൽ അതിൻ്റെ പരിഹാരം ഒരുപക്ഷെ സാധിച്ചേക്കാം, എന്നാലും പൂർണ്ണമായി കഴിയില്ല. മറ്റൊരിക്കലും ഒരുപക്ഷെ പരീക്ഷകൾ തടസ്സപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട കുട്ടിയെ വീട്ടുതടങ്കലിലാക്കി നിർത്തിയായിരിക്കും, അവനെ പഠിക്കാൻ വിടാൻ ധൈര്യമില്ലാതെ. അപ്പോൾ അവനെ എങ്ങനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കും? ലഹരിയിലേക്ക് എത്താതെ തടുക്കുന്നതിനേക്കാളും പ്രതിസന്ധി നിറഞ്ഞതല്ലേ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കൽ? ഒരുപക്ഷെ ലിബറൽ ചിന്താഗതികൾ, നിരീശ്വരത്വം, നിർമ്മതവാദം, ഇതിൻ്റെ വാദങ്ങളുമായി വന്ന് നമസ്കാരം തൽക്കാലം നിർത്തി ഉമ്മയുടെയും ഉപ്പയും മതത്തെ ചോദ്യം ചെയ്യുന്ന ആൺമക്കളും പെൺമക്കളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ പണ്ഡിതരെ നമ്മൾ അന്വേഷിക്കും. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ പ്രായക്കാരെ മനസ്സിലാക്കി അവരെ ക്യാമ്പസുകളിൽ അവരെ സ്വാധീനിക്കുന്ന ആശയങ്ങളെ മുന്നിൽ കണ്ട് വളരെ ദിവസങ്ങളോളം മാസങ്ങളോളം ഹോംവർക്ക് ചെയ്തുണ്ടാക്കുന്ന പ്രോഗ്രാമുകൾ, അതിന് പറ്റുന്ന ഫാക്കൽറ്റികളെ തിരുവനന്തപുരത്ത് എത്തിച്ച് ഇത്തരമൊരു ക്യാമ്പ് നടത്തുമ്പോൾ വളരെ ലളിതമായി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ കുട്ടിയെ അവിടെ എത്തിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രം, ഒരു വലിയ രജിസ്ട്രേഷൻ ഫീസ് പോലുമില്ലാതെ ഭക്ഷണവും സൗകര്യങ്ങളും കൊടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഒരവസരം ഒരുക്കിയിട്ടും അത് അവഗണിക്കുകയും വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നവർ ഒരുപക്ഷെ നമ്മുടെ മക്കൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ആളുകൂടാനല്ല, ഉപകാരപ്പെടുന്നവർക്ക് അത് ഉപകാരപ്പെടാൻ വേണ്ടി അവരവിടെ എത്തിക്കണമെന്ന ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം പറയുകയാണ്. അവിടെ നമ്മുടെ മക്കളെ എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.